ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ മലയാളത്തിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. എൻ്റെ അടുത്ത് ഈ അടുത്ത കാലത്തായി കുറച്ച് കൂട്ടുകാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് എങ്ങനെ ഒരു ഫേക്ക് നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം നമ്പർ ഉപയോഗിക്കാതെ മറ്റേതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന്. അതുപോലെ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വാട്സപ്പിൽ ഒരുപാട് ഇൻ്റർനാഷണൽ നമ്പറോട് കൂടിയ വാട്സപ്പ് പ്രൊഫൈലുകൾ. അതിലൊരു 90% ആൾക്കാരുടെ മൊബൈൽ നമ്പറിൻ്റെ തുടക്കത്തിലും +1 എന്നായിരിക്കും കാണാൻ സാധിക്കുക. കാരണം +1 എന്നുള്ളത് അമേരിക്കൻ ടെലിഫോൺ കൺട്രി കോഡാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ ഇത്തരത്തിലുള്ള ഇന്റർനാഷണൽ നമ്പറുകൾ വളരെ സിമ്പിളായും അതുപോലെ തന്നെ സൗജന്യമായും ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ആ നമ്പറുകൾ നമുക്ക് എങ്ങനെ നമ്മുടെ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കാമെന്നാണ്. സോ നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ നമ്മൾ ഇതിനായി ഉപയോഗിക്കുന്നത് സെക്കൻഡ് ലൈൻ എന്ന് പറയുന്ന ഒരു ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനാണ്. നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ അവിടെ ഗെറ്റ് എ ഫ്രീ ഫോൺ നമ്പർ എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ഒരിക്കലും നിങ്ങളുടെ ഒറിജിനൽ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് അവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം അവസാനം @gmail.com എന്ന് കൊടുക്കുക. അതിനുശേഷം ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുത്തതിന് ശേഷം ക്രിയേറ്റ് അക്കൗണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ ഹ്യൂമൻ വെരിഫിക്കേഷൻ ആണ്. സോ അതിനായിട്ട് ഒരു ക്യാപ്ച നമ്മളോട് കംപ്ലീറ്റ് ചെയ്യാൻ പറയും. അപ്പം നമ്മൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ക്യാപ്ച ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. വളരെ സിമ്പിളാണ്. അടുത്തതായി നമ്മളോട് ചോദിക്കുക ഏരിയ കോഡായിരിക്കും. ഇവിടെ നമ്മൾ ഒരു US-ലുള്ള നമ്പറാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ US-ലുള്ള ഏതെങ്കിലും ഒരു ഏരിയ കോഡ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അമേരിക്ക എന്ന രാജ്യത്തുള്ള ഏത് ഏരിയ കോഡ് വേണമെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇനി ഒരു ഏരിയ കോഡും അറിയില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഗൂഗിളിൽ പോവുക, എന്നിട്ട് ടൈപ്പ് ചെയ്യുക അമേരിക്കൻ ഏരിയ കോഡ്സ് എന്ന്. അപ്പോൾ അവിടെ ടൺ കണക്കിന് കോഡ് വരുന്നതാണ്. അതിൽ ഏതെങ്കിലും ഒരു കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 513 എന്ന് എൻ്റർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അമേരിക്കയുടെ ഒരു കൊടി വന്നിരിക്കാൻ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്ത് 513 എന്ന ഏരിയ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്താലും നിങ്ങൾക്ക് കുഴപ്പമില്ല. അതിനുശേഷം ഇവിടെ ഒരു ക്യാപ്ച ചോദിക്കുന്നതാണ്. ആ ക്യാപ്ച ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്ത ഏരിയ കോഡിന് മാച്ചിങ് ആയ 5 US നമ്പർ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതായത് 5 ഇൻ്റർനാഷണൽ നമ്പറുകൾ എനിക്കിവിടെ ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് ചെയ്ത് വന്ന 5 നമ്പറുകളിൽ ഏത് നമ്പർ വേണമെങ്കിലും എൻ്റെ ആവശ്യത്തിന് വേണ്ടി എനിക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ വന്ന ആദ്യത്തെ 5 നമ്പറുകൾ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിലായി ഒരു ടൈമർ പോകുന്നത് കാണാൻ സാധിക്കും. 30, 29, 28 എന്ന് പറഞ്ഞ് ടൈം പോകുന്നത് കാണാൻ സാധിക്കും. ആ സെക്കൻഡുകൾ കഴിഞ്ഞ് 0 ആയി കഴിഞ്ഞാൽ അടുത്ത 5 നമ്പറുകൾ, ഈ നമ്പറുകൾ അല്ലാതെ അടുത്ത 5 നമ്പറുകൾ സ്ക്രീനിൽ ദൃശ്യമാവുന്നതാണ്. അങ്ങനെ അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഫസ്റ്റത്തെ നമ്പർ തന്നെ സെലക്ട് ചെയ്ത് കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്പർ നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം. അവിടെ നമുക്ക് ഞാൻ സെലക്ട് ചെയ്ത എൻ്റെ നമ്പർ കാണാൻ സാധിക്കും. ഇനി ആ നമ്പർ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് വാട്സപ്പ്, ഫേസ്ബുക്ക് വഴിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുകളിലുള്ള കോൾ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ നമ്പർ ഉപയോഗിച്ച് മറ്റുള്ളവരെ ഫോൺ ചെയ്യാം. അതുപോലെ തന്നെ SMS ചെയ്യാനൊക്കെ പറ്റും. എന്നാൽ നമുക്ക് എപ്പോഴും ആൾക്കാരെ വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് ആദ്യത്തെ 10 മിനിറ്റ് മാത്രമേ സൗജന്യമായിട്ട് മറ്റുള്ളവരെ വിളിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ പണം കൊടുത്ത് ഈ ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യേണ്ട കാര്യമുണ്ട്. എന്തായാലും നമ്മൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നമ്മുടെ ലക്ഷ്യം ഈ നമ്പർ ഉപയോഗിച്ച് വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി ഞാൻ എൻ്റെ അടുത്ത ഫോൺ എടുക്കുകയാണ്. അതിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നു. ശേഷം എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, അവിടെ കൺട്രി കോഡ് എന്ന ഭാഗത്ത് 91 കാണിച്ചിരിക്കുന്നത്. അതായത് +91 ആണ് വന്നിരിക്കുന്നത്. നമ്മളത് മാറ്റി +1 എന്ന് കൊടുക്കണം. അതിനായി നിങ്ങളവിടെ 91 മാറ്റി അവിടെ 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. കാരണം നമുക്ക് കിട്ടിയത് ഒരു US നമ്പറാണ്. അതുകൊണ്ട് നമ്മൾ US നമ്പർ തുടങ്ങുന്നത് എപ്പോഴും +1-ലായിരിക്കും. അതുകൊണ്ട് 1 എന്ന് കൊടുക്കുക. ശേഷം നമുക്ക് കിട്ടിയ നമ്പർ, ഈ ആപ്പിൽ നിന്ന് കിട്ടിയ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ വാട്സപ്പ് ഒന്ന് വെരിഫൈ ചെയ്യും. അതിനായിട്ട് അവിടെ OK എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു എറർ മെസ്സേജ് വരും. കാരണം നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറിലേക്ക് SMS സെൻഡ് ചെയ്യാൻ പറ്റില്ല, 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണമെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ OK കൊടുക്കുക. ശേഷം തൊട്ട് താഴെ നിങ്ങൾക്ക് കോൾ മീ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ പലരും മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്യും, എന്നാൽ മെസ്സേജ് ഒരിക്കലും വരില്ല. കാരണം നമ്മൾ ഈ ആപ്ലിക്കേഷൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മെസ്സേജിന് വെയിറ്റ് ചെയ്യാതെ അവിടെ കോൾ മീ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ അടുത്ത ഫോണിൽ നിന്നും ആ ആപ്ലിക്കേഷൻ്റെ ഉള്ളിലേക്കാണ് കോൾ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്യുക. കാരണം അത് വാട്സപ്പിൽ നിന്ന് വന്നിരിക്കുന്ന കോളാണ്. ആ കോൾ അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ പിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. ആ കോളിൽ നിന്ന് അവർ പറഞ്ഞു തരുന്നതായിരിക്കും വാട്സപ്പിൻ്റെ പിന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പോൾ നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പിന്ന് പറയുന്നതായിരിക്കും.
അത് ശ്രദ്ധിച്ച് കേട്ട് നമ്മുടെ ഫോണിൽ ഇവിടെ പിൻ അടിക്കേണ്ട ഭാഗത്ത് ജസ്റ്റ് എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ആയി കിട്ടുന്നതാണ്. Your verification code is 632448. Your verification code is. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എനിക്ക് എൻ്റെ വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുകയാണ്. പിന്നെ നിങ്ങളോട് എല്ലാവരോടുമായി അവസാനമായി എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഇത്തരത്തിലുള്ള ഒരുപാട് നമ്പറുകൾ, അൺലിമിറ്റഡ് നമ്പറുകൾ നമുക്ക് കിട്ടുന്നതാണ്. അതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരിക്കലും നിങ്ങൾ ദുരുപയോഗം ചെയ്യരുത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഞാനോ എൻ്റെ ചാനലോ അതിന് ഉത്തരവാദിയായിരിക്കില്ല. പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്ക് മാത്രമായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, അരുൺ.